Hello dear students, welcome back to Computer Applications class. We are in the last session of the third chapter, Functions. കഴിഞ്ഞ ക്ലാസ്സിൽ we have defined our own functions. Such user-defined functions will be executed only when they are called. അതാണല്ലോ നമ്മൾ കണ്ടത്. ഫംഗ്ഷൻ കോളിംഗ് നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ആർഗ്യുമെൻറ്റ്സ് ഉള്ള ഫങ്ഷൻസ് കോൾ ചെയ്യുമ്പോൾ വി ഷുഡ് ഗിവ് മോർ അറ്റൻഷൻ ടു ദ ആർഗ്യുമെൻറ്റ്സ്. അതിൻ്റെ നമ്പറും ടൈപ്പും മാച്ച് ആവണമെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഫംഗ്ഷൻ കോൾ ചെയ്ത ഒരു ശൈലിയുണ്ട്, വേറെയും ഒരു ശൈലിയുണ്ട്. ആക്ച്വലി ദർ ആർ 2 മെത്തേഡ്സ് ഫോർ കോളിംഗ് എ ഫംഗ്ഷൻ. നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്നത് എന്താണെന്ന് നോക്കാം. വീണ്ടും ഒരു ഫംഗ്ഷനിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. ഹിയർ യു ക്യാൻ സീ എ ഫംഗ്ഷൻ നെയിംഡ് ഫൺ. ഇറ്റ് ഹാസ് ആൻ ആർഗ്യുമെൻറ്റ് എ, ഇൻറ്റിജർ ടൈപ്പ്, ആൻഡ് ദർ ആർ 3 സ്റ്റേറ്റ്മെൻറ്റ്സ്: സി ഔട്ട് എ, എ പ്ലസ് പ്ലസ്, അഗെയിൻ സി ഔട്ട് എ. ലെറ്റ്സ് കോൾ ദിസ് ഫംഗ്ഷൻ യൂസിങ് ദി മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, അതിനകത്തും ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുന്നു. ഇൻറ്റ് n ഈക്വൽസ് 8, സി ഔട്ട് n, ഫൺ n. ഫംഗ്ഷൻ കോളിംഗ് ഉണ്ട്, ഫൺ n, സി ഔട്ട് n. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തന്നെയാണ്. സം എന്ന ഒരു ഫംഗ്ഷനെ വാല്യൂ റിട്ടേൺ ചെയ്യാത്ത ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തല്ലോ. ആർഗ്യുമെൻറ്റ്സ് സപ്ലൈ ചെയ്തുകൊണ്ട് വാല്യൂ റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷനെ കോൾ ചെയ്തു. അതുപോലെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. നമുക്ക് നോക്കാം ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാമെന്ന്. എക്സിക്യൂഷന് മുമ്പ് കമ്പൈലേഷൻ പ്രോസസ്സുണ്ട്, ലിങ്കിങ് പ്രോസസ്സുണ്ട്. സോ ദീസ് ഫംഗ്ഷൻസ് ആർ അവൈലബിൾ ഇൻ ദ മെമ്മറി. ഒപ്പം മെമ്മറി അലോക്കേഷൻ നടക്കണ്ടേ? വേരിയബിൾസ് ഉണ്ടല്ലോ. എത്ര വേരിയബിൾസാണ് ഉള്ളത് ഇതിനകത്ത്? യെസ്, 2 എണ്ണം അല്ലേ. എ എന്നൊരു വേരിയബിൾ ഫണ്ണിൻ്റെ ആർഗ്യുമെൻ്റായിട്ട്, മറ്റൊരു വേരിയബിൾ n. ഇറ്റ് ഈസ് വിത്തിൻ ദ മെയിൻ ഫംഗ്ഷൻ. ആ n എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തപ്പോൾ തന്നെ വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നു. സോ ദാറ്റ് ഈസ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. നാച്ചുറലി വെൻ മെമ്മറി വിൽ ബി അലോക്കേറ്റഡ് ഫോർ n, ദാറ്റ് വാല്യൂ വിൽ ബി സ്റ്റോർഡ്. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. n കണ്ടെയ്ൻസ് ദ വാല്യൂ 8. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. സി ഔട്ട് n എന്തായിരിക്കും കാണുക? 8 എന്ന ഡിസ്പ്ലേ നമുക്ക് കിട്ടും. തൊട്ടടുത്ത് നോക്കൂ, ദ ഫംഗ്ഷൻ ഫൺ ഈസ് കോൾഡ്. കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഫംഗ്ഷൻ കോളിംഗ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? കൺട്രോൾ ഈസ് ട്രാൻസ്ഫേർഡ് ഓവർ ടു ദി ഫംഗ്ഷൻ ലൈക്ക് ദിസ്. അലോങ് വിത്ത് ദാറ്റ് ദ വാല്യൂ ഓഫ് n ഈസ് പാസ്ഡ് ടു ദ ഫംഗ്ഷൻ. കണ്ടില്ലേ, 8 എന്ന വാല്യൂ എയിലേക്ക് പോകുന്നു. അങ്ങനെ കൺട്രോൾ മെമ്മറിക്കകത്തും അതേ കാര്യം നടക്കുന്നുണ്ട്. ആൻഡ് നൗ ദ വേരിയബിൾ എ ഗെറ്റ്സ് ദ വാല്യൂ 8. ഫണ്ണിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തിട്ടുള്ള എയ്ക്കും 8 എന്ന വാല്യൂ കിട്ടി. ആൻഡ് നൗ കൺട്രോൾ ഈസ് വിത്തിൻ ദ ഫംഗ്ഷൻ ഫൺ. സി ഔട്ട് എ, എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. മെമ്മറിയും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എന്തായിരിക്കും കാണുക? നാച്ചുറലി 8. തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ എ പ്ലസ് പ്ലസ് എന്ത് സംഭവിക്കും? ദ വാല്യൂ ഓഫ് എ വിൽ ബി ഇൻക്രിമെൻറ്റഡ് ബൈ 1 അല്ലേ? ഇതാ നോക്കിയോളൂ, മെമ്മറിയിൽ ശ്രദ്ധിക്കൂ. ദ വാല്യൂ ഓഫ് എ ബിക്കംസ് 9 ആൻഡ് ദെൻ കൺട്രോൾ ഗോസ് ടു ദി സി ഔട്ട് എ ആൻഡ് ഹിയർ യു ക്യാൻ സി 9 ബിക്കോസ് ദ വാല്യൂ ഓഫ് എ ഈസ് നൗ 9. ഓക്കെ, ക്ലോസിംഗ് ബ്രേസ് കാണുന്നു. ഫംഗ്ഷൻ്റെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു. നൗ കൺട്രോൾ കംസ് ബാക്ക് ടു ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എത്തി, സി ഔട്ട് n. എന്നിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദ വാല്യൂ ഓഫ് n ഈസ് സ്റ്റിൽ 8. ഓക്കെ, 8 ഈസ് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ ഫംഗ്ഷൻ കോളിങ്ങിന് മുമ്പ് എന്നിൻ്റെ വാല്യൂ 8 ആയിരുന്നു. ഫംഗ്ഷൻ കോളിങ്ങിന് ശേഷവും എന്നിൻ്റെ വാല്യൂ 8 തന്നെയാണ് അല്ലേ? എന്നാൽ ഫംഗ്ഷൻ കോളിംഗ് നടക്കുമ്പോൾ എയ്ക്ക് 8 എന്നൊരു വാല്യൂ കിട്ടി. പക്ഷേ ആ ഫംഗ്ഷൻ്റെ പ്രവർത്തനം പൂർത്തിയാകുന്നതിനിടയിൽ എയുടെ വാല്യൂ ചേഞ്ച് ആയി, ഫോർമൽ ആർഗ്യുമെൻ്റ് വാല്യൂ ചേഞ്ച് ആയി. എനിവേ, ദിസ് മെത്തേഡ് ഓഫ് കോളിംഗ് ഈസ് നോൺ ആസ് കോൾ ബൈ വാല്യൂ മെത്തേഡ്. കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്താ എൻ്റെ പ്രത്യേകത നോക്കിക്കോളൂ. ഹിയർ വാല്യൂ ഓഫ് ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഈസ് പാസ്ഡ് ടു ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്. When a function call takes place, the value of the actual argument is passed to the formal argument.
And then what happens? Any change in the formal argument does not reflect in the actual argument. കണ്ടില്ലേ, ഇവിടെ ഫോർമൽ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള എയ്ക്ക് ഒരു ചേഞ്ച് സംഭവിച്ചു. എയിൽ തുടക്കത്തിൽ എന്തായിരുന്നു? 8 ആയിരുന്നു, പിന്നീട് ഇത് 9 ആയി. പക്ഷേ അപ്പോഴൊന്നും എന്നിനെ അത് ബാധിച്ചിട്ടില്ല. എൻ എന്ന ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ ഉണ്ടായിരുന്ന വാല്യൂ അത് തന്നെ റീറ്റെയിൻ ചെയ്തിരിക്കുന്നു, 8 തന്നെയാണ്. സോ അതാണ് ആ പോയിന്റ്. എനി ചേഞ്ച് ഇൻ ദി ഫോർമൽ ആർഗ്യുമെൻറ്റ് ഡസ് നോട്ട് റിഫ്ലക്റ്റ് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. മറ്റൊരു പോയിന്റ് പറയാം. എക്സ്ക്ലൂസീവ് മെമ്മറി ഈസ് റിക്വയർഡ് ഫോർ ദി ഫോർമൽ ആർഗ്യുമെൻറ്റ്. എയ്ക്ക് വേണ്ടി സെപ്പറേറ്ററി മെമ്മറി അലോക്കേഷൻ വേണ്ടി വന്നല്ലോ. സോ ഈ 3 പോയിൻറ്റ്സ് ആണ് കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്നതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. This is one of the methods of function calling. Now let us see another method. നോക്കിക്കോളൂ, വീണ്ടും ഞാൻ അതേ കോഡ് തന്നെ കാണിക്കുന്നു വിത്ത് എ സ്ലൈറ്റ് ചേഞ്ച്. ശ്രദ്ധിച്ചായിരുന്നു ആ ചേഞ്ച് എന്താണ്? ഇത് നോക്കിക്കോളൂ, ആർഗ്യുമെൻ്റ് കേസിൽ. Now the argument is given as ampersand a. Int ampersand a. What does it mean? What kind of variable is it? ഇതിനെ നമ്മൾ പറയും a is a reference variable. When a variable is declared with ampersand symbol as a preceding character, that variable will be known as a reference variable. Data ടൈപ്പിനും വേരിയബിളിനും ഇടയ്ക്ക് ഒരു ആംപർസാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ that variable will be known as reference variable. എന്താ അതിൻ്റെ പ്രത്യേകത? സെപ്പറേറ്റ് മെമ്മറി അലോക്കേഷൻ വിൽ നോട്ട് ബി ദെയർ. അതിനുവേണ്ടി പ്രത്യേകിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ട. ശരി, അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാം വർക്ക് അവരൊറ്റ ചേഞ്ച് അല്ലേ ഉള്ളൂ? നമ്മുടെ കോഡിൽ ആ ഒരൊറ്റ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ആക്ച്വൽ ആർഗ്യുമെൻ്റായിട്ട് ഒരു ഓർഡിനറി വേരിയബിളിന് പകരം റെഫറൻസ് വേരിയബിൾ ഉപയോഗിച്ചിരിക്കുന്നു. Now let us execute the program. What happens? See, as usual, എന്നിന് വേണ്ടി ഇതേ മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അതിനകത്ത് 8 എന്ന വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നു. എയ്ക്ക് വേണ്ടി മെമ്മറി ഇല്ല, റെഫറൻസ് വേരിയബിൾ ആയതുകൊണ്ട് എയ്ക്ക് വേണ്ടി മെമ്മറി ഇല്ല. പിന്നെ കാണുന്നത് എന്താ? cout n. ഇതാ നോക്കിക്കോളൂ, എന്നിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. നമുക്ക് സ്ക്രീനിൽ കാണാം 8 എന്ന് തന്നെയാണ്. നൗ അഗെയിൻ ഫംഗ്ഷൻ കോൾ വരുന്നു. ഫംഗ്ഷൻ കോൾ ശ്രദ്ധിച്ചോളൂ, കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ എന്താ കണ്ടേ? The value of n is passed to the formal argument. എയ്ക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്ത ലൊക്കേഷനിലേക്ക് എന്നിൻ്റെ വാല്യൂ പാസ് ചെയ്തു. ഇവിടെ എയ്ക്ക് വേണ്ടി ലൊക്കേഷൻ ഇല്ല, പിന്നെന്താ ഇവിടെ പാസ് ചെയ്യുക? ഇതാ നോക്കിക്കോളൂ, ഹിയർ ദ റെഫറൻസ് ഓഫ് എൻ ഈസ് പാസ്ഡ്. ദ റെഫറൻസ് ഓഫ് എൻ എന്ന് വെച്ചാൽ എൻ എന്ന വേരിയബിളിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ ഏതാണ് എന്ന വിവരമാണ് പാസ് ചെയ്യുന്നത്. ആക്ച്വൽ ആർഗ്യുമെൻ്റായ എന്നിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത ലൊക്കേഷൻ്റെ അഡ്രസ്സ് അതെന്താണെന്ന് എയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇത് നോക്കിക്കോളൂ, ദാറ്റ് ലൊക്കേഷൻ വിൽ ബി ഓക്കുപ്പൈഡ് ബൈ എ. ആ റെഫറൻസ് വേരിയബിൾ എന്നിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത ലൊക്കേഷൻ ഷെയർ ചെയ്യുകയാണ്. സോ സെയിം ലൊക്കേഷൻ 2 നെയിംസ്. അതുകൊണ്ട് തന്നെയാണ് റെഫറൻസ് വേരിയബിൾ അറിയപ്പെടുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് എൻ ഏലിയാസ് നെയിം, ഒരു അപരനാമം എന്നൊക്കെയാണ് റെഫറൻസ് വേരിയബിളിനെ പറയുക. എന്നിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത സ്ഥലം, ഒരേ സ്ഥലം ഒരിക്കൽ എൻ എന്നറിയപ്പെടുന്നു, മറ്റൊരിടത്ത് എ എന്നറിയപ്പെടുന്നു. നമുക്ക് തന്നെ കണ്ടില്ലേ, നമുക്ക് വീട്ടിലൊരു ചെല്ല പേരുണ്ടാവും, സ്കൂളിൽ നമ്മുടെ ഒഫീഷ്യൽ നെയിം ഉണ്ടാവും, രണ്ടും ആളൊന്നും തന്നെയാണല്ലോ എന്ന് പറയും മാതിരി എന്നിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത ലൊക്കേഷൻ, ഏതോ ഒരു മെമ്മറി ലൊക്കേഷൻ, ആ ലൊക്കേഷനെ മെയിൻ എന്ന ഫംഗ്ഷനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എൻ എന്ന വേരിയബിൾ ഉപയോഗിച്ചിട്ടും അതേ ലൊക്കേഷൻ ഫൺ എന്ന വേരിയബിളിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എ എന്ന വേരിയബിൾ ഉപയോഗിച്ചിട്ടുമാണ്. ദാറ്റ് ഇസ് എ സ്പെഷ്യാലിറ്റി ഓഫ് റെഫറൻസ് വേരിയബിൾ. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ്? ലെറ്റ് us see cout a. ശ്രദ്ധിക്കണം, മെമ്മറിയും കൂടി ശ്രദ്ധിച്ചോളണം. cout a, എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു, എന്തായിരിക്കും? 8. വീണ്ടും a++ നോക്കണം, a++ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ദ വാല്യൂ ഓഫ് എ വിൽ ബി ഇൻക്രിമെൻറ്റഡ് ബൈ 1 അല്ലേ? എയുടെ എക്സിസ്റ്റിംഗ് വാല്യൂ 8 ആണ്. സോ ദാറ്റ് ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആൻഡ് നൗ ഇറ്റ് ബിക്കംസ് 9. മെമ്മറിയിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. cout a, എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഓഫ് കോഴ്സ് 9 വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. എനിവേ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു. നൗ കൺട്രോൾ കംസ് ബാക്ക് ടു ദ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു. cout n. ശ്രദ്ധിക്കണം, എന്നിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നു. എന്താണ് എന്നിൻ്റെ വാല്യൂ? നോക്കിക്കോളൂ, മെമ്മറി നോക്കിക്കോളൂ, 9. യെസ്, എന്നിൻ്റെ വാല്യൂ ആയിട്ട് 9 ഈസ് ഡിസ്പ്ലേഡ്. ഓക്കെ, അപ്പോൾ നേരത്തത്തിൽ നിന്നും ഇപ്പോൾ വന്ന വ്യത്യാസം എന്താണ്? ആക്ച്വൽ ആർഗ്യുമെൻ്റായ എന്നിൻ്റെ വാല്യൂ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷന് ശേഷം ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ചേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചോ? ഇല്ല. നമ്മൾ ചേഞ്ച് ചെയ്ത് ആരെയാ? ഫോർമൽ ആർഗ്യുമെൻറ്റിനെ, എ എന്ന ഫോർമൽ ആർഗ്യുമെൻറ്റിനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്ത്. ബട്ട് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് n. And this method is known as call by reference method. Call by reference method. അപ്പോൾ എന്തൊക്കെ പറയാം അതിൻ്റെ പ്രത്യേകതകളായിട്ട്? Here, when a function is called, the reference of the actual argument is passed to the formal argument. നേരത്തെ വാല്യൂ ആയിരുന്നു പാസ് ചെയ്തത്, ഇപ്പോൾ റെഫറൻസ് ആണ് പാസ് ചെയ്യുന്നത്. മറ്റൊരു പോയിന്റ് എന്ത് പറയാം? Any change in the formal argument reflects in the actual argument. ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്ത് ചേഞ്ച് വന്നാലും അതെല്ലാം ആക്ച്വൽ ആർഗ്യുമെൻറ്റിലും റിഫ്ലക്റ്റ് ചെയ്യും. അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. പിന്നൊരു പോയിൻറ്റോ, മെമ്മറി ഈസ് നോട്ട് റിക്വയർഡ് ഫോർ
ദ ഫോർമൽ ആർഗ്യുമെൻറ്റ്. ഫോർമൽ ആർഗ്യുമെൻറ്റിന് വേണ്ടി പ്രത്യേകിച്ച് മെമ്മറി വേണ്ട, ആക്ച്വൽ ആർഗ്യുമെൻറ്റിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത സ്പേസ് തന്നെ അയാൾ ഷെയർ ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ 2 മെത്തേഡ്സ് ഓഫ് ഫംഗ്ഷൻ കോളിംഗ്, റൈറ്റ്? ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്. അതൊരു സാധനമാണ്. നമുക്ക് നോക്കാം, ഒരു കോഡ് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നിങ്ങളെ ഒരു പ്രോഗ്രാം കോഡ് കാണിക്കുകയാണ്. ഇതാ നോക്കിക്കോളൂ. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD വോയിഡ് ഫൺ. ആ ഫൺ എന്ന ഫംഗ്ഷനുള്ളിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു A ഇൻറ്റ് A = 10. എന്നിട്ട് അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്, വെറുതെ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു, സി ഔട്ട് സ്റ്റേ സേഫ്. അത്രേ ഉള്ളൂ ആ ഫംഗ്ഷനകത്ത്. അതിനുശേഷം നോക്കിക്കോളൂ, ഇൻറ്റ് G = 100. ഒരു വേരിയബിളിനെ എന്താ പറയുക, ഒരു ഫംഗ്ഷന് പുറത്തല്ലേ, ഒരു ഫംഗ്ഷൻ്റെയും ഉള്ളിലല്ലേ. ഇതുവരെയും നമ്മൾ കണ്ടത് ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഉള്ളിലോ ആണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല. ദിസ് വേരിയബിൾ ഈസ് ഇൻഡിപെൻഡൻറ്റ്. വേറെ ഒരു ഫംഗ്ഷനുമായിട്ടും അതിന് ബന്ധമില്ലാതെയാണ് ഇപ്പോൾ കാണുന്നത് G എന്ന വേരിയബിൾ. ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. മെയിൻ എന്ന ഫംഗ്ഷനകത്ത് നമുക്ക് നോക്കാം. വോയിഡ് F1 ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പാണ് അല്ലേ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു. മറ്റൊരു ഫംഗ്ഷനെ കൂടി കാണുന്നു, വോയിഡ് F2. F1 F2 എന്നീ 2 ഫംഗ്ഷൻസിൻ്റെ പ്രോട്ടോടൈപ്പ് കാണുന്നുണ്ട്. പിന്നെ ഇൻറ്റ് N = 5 മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു വിത്ത് അൻ ഇനിഷ്യൽ വാല്യൂ. പിന്നെ ഒരു 3 ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, സി ഔട്ട് N-ൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു, Aയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യപ്പെടുന്നു, Gയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ആൻഡ് ദെൻ ദർ ഇസ് എ ഫംഗ്ഷൻ കോൾ. F2 എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുകയും ചെയ്തു. F1നെ കോൾ ചെയ്യുന്നത് കാണുന്നില്ല. വീണ്ടും ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞു. മെയിൻ ഫംഗ്ഷന് ശേഷമാണ് F1 F2 എന്നീ ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷൻ കാണുന്നത്. നോക്കിയോളൂ, F1-നകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യമേ തന്നെ F1-ൻ്റെ ബോഡിക്കകത്ത് ഫൺ എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. നമ്മൾ തുടക്കത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫൺ എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതിനകത്ത് വീണ്ടും F2-നെ കോൾ ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേ ഹോം എന്നാണ് കാണുന്നത്. അങ്ങനെ ആ ഫംഗ്ഷൻ അവസാനിച്ചു. അതിനുശേഷം F2 എന്ന മറ്റൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതിൽ ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളൂ, ഇറ്റ്സ് എ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. F1-നെ കോൾ ചെയ്തിരിക്കുന്നു. ഇച്ചിരി ലെങ്തിയാണ് കോഡ്. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളൊന്നും നോക്കാം. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്, ചില ലൈൻസ് റെഡിങ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. അത് കമ്പൈൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യുമ്പോൾ കമ്പൈലേഷൻ ഫെയിൽഡാണ്. കുറേയേറെ എറർ മെസ്സേജസ് ഉണ്ട്. എല്ലാം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഞാനത് സൂചിപ്പിക്കാം എവിടെയൊക്കെയാണ് എറർ വന്നത്. ശ്രദ്ധിച്ചോളൂ. ഇൻറ്റ് A = 10 അവിടെ ഒരു എറർ അല്ല വരിക, അവിടെ ഒരു വാർണിംഗ് ആണ് കാണുക. വേറൊന്നുമല്ല, A എന്നൊരു വേരിയബിൾ നിങ്ങൾ ഉപയോഗിച്ചു, പക്ഷേ അതിനെ ഒരിടത്തും യൂസ് ചെയ്ത് കണ്ടില്ല എന്നൊരു വാർണിംഗ് മാത്രം. ഓക്കെ, അത് ഇങ്ങനെ അറിയാം, കുഴപ്പമൊന്നുമില്ല, കമ്പൈലേഷനെ അത് അഫക്റ്റ് ചെയ്യില്ല. പിന്നെ കാണുന്നത് റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്യുന്നു, റെഡ് ആരോ ഇട്ട് മാർക്ക് ചെയ്യുന്നു, സി ഔട്ട് A. അവിടെ വരുന്നത് A എന്ന വേരിയബിൾ ഈസ് നോട്ട് ആക്സസിബിൾ, ഇറ്റ് ഈസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദിസ് സ്കോപ്പ് എന്നായിരിക്കും കാണുക. എന്ന് വെച്ചാൽ A എന്ന വേരിയബിൾ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ അവകാശമില്ല. A എന്ന വേരിയബിൾ എവിടെ കാണുന്നു? ഫൺ എന്ന ഫംഗ്ഷൻ്റെ ബോഡിക്കുള്ളിലാണ് A എന്ന വേരിയബിളിനെ കാണുന്നത്. പക്ഷേ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് മെയിനകത്താണ്. ഇറ്റ് ഈസ് നോട്ട് അലൗഡ്, അതിന് സ്കോപ്പ് ഇല്ല എന്നാണ് പറയുന്നത്, ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നോക്കാം, F1 എന്ന ഫംഗ്ഷൻ്റെ ബോഡിക്കകത്ത് കാണുന്നു, F2 എന്ന ഫംഗ്ഷൻ കോളിങ്ങിലാണ് എറർ. അവിടെയും പറയുന്നു ഇറ്റ് ഈസ് നോട്ട് ഡിക്ലെയർഡ് ഇൻ ദിസ് സ്കോപ്പ്. F2 എന്ന ഫംഗ്ഷനെ ആ പോയിൻ്റ് ഓഫ് ടൈമിൽ കോൾ ചെയ്യാൻ അനുവാദമില്ല. അതാണ് എറർ മെസ്സേജ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയുമാണ് എറർ മെസ്സേജസ് ഉള്ളത്. അത് കാരണമാണ് കമ്പൈലേഷൻ ഫെയിലിയർ ആയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ പ്രശ്നങ്ങൾ, ആ എററിന് എന്തുകൊണ്ടാണ് അങ്ങനെ എറർ വന്നതെന്ന് നോക്കാം നമുക്ക്. ആ എറർ വന്ന 2 ലൈൻസും ഞാൻ എടുത്ത് കളയുകയാണേ. F2-നെയും ഡിലീറ്റ് ചെയ്തു, ആ Aയുടെ വാല്യൂനെയും ഡിലീറ്റ് ചെയ്തു. ഇനി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. അതിനുശേഷം ഞാൻ എററിൻ്റെ ഇഷ്യൂസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാം. N-ൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. എന്തായിരിക്കും N-ൻ്റെ വാല്യൂ? N-ൻ്റെ വാല്യൂ 5 അല്ലേ. സോ 5 എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്നത് സി ഔട്ട് Gയുടെ വാല്യൂ, അതിനും പ്രശ്നമൊന്നും വന്നില്ല. മെയിൻ എന്ന ഫംഗ്ഷൻ്റെ ബോഡിക്കകത്തല്ല G കാണുന്നത്, എന്നിട്ടും പ്രശ്നമൊന്നുമില്ല. അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ 100 എന്ന് ഡിസ്പ്ലേ ചെയ്തു, പ്രോബ്ലം ഒന്നുമില്ല, വർക്ക് ചെയ്തു. അതിനുശേഷം F2 എന്ന ഫംഗ്ഷൻ കോളാണ് കാണുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? കൺട്രോൾ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ഫംഗ്ഷൻ F2ലേക്ക് ഇതേ കൺട്രോൾ പോയി, കണ്ടില്ലേ? F2ലേക്കാണ് കൺട്രോൾ പോയിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ കാണുന്നു F1-നെ കോൾ ചെയ്യാൻ വീണ്ടും കൺട്രോൾ F1-നകത്തേക്ക് വരുന്നു. നോക്കിക്കോളൂ, ഇപ്പോൾ F1-ൻ്റെ ബോഡിക്കുള്ളിലാണ് കൺട്രോൾ നിൽക്കുന്നത്. അവിടെ വീണ്ടും ഒരു ഫംഗ്ഷൻ കോളാണ് കാണുന്നത്, ഫണ്ണിനെ കോൾ ചെയ്യുന്നു, ദേ കൺട്രോൾ അങ്ങോട്ട് പോയി, ഫണ്ണിനകത്തെത്തി. അവിടുത്തെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേ സേഫ്. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്തു, നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണാൻ സാധിക്കും സ്റ്റേ സേഫ് എന്ന്. അപ്പോൾ ആ ഫൺ എന്ന ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു, അതുകൊണ്ടാണ് തിരിച്ചു വന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് F1 എന്ന ഫംഗ്ഷൻ്റെ ബോഡിയിലെ
ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ദ ടെക്സ്റ്റ് സ്റ്റേ ഹോം വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. അങ്ങനെ F1-ൻ്റെ പ്രവർത്തനം അവസാനിച്ചു. F1-ൻ്റെ പ്രവർത്തനം കഴിഞ്ഞിട്ട് കൺട്രോൾ വന്നത് കണ്ടോ, F2-ലേക്കാണ്. കാരണം F1-നെ കോൾ ചെയ്ത് ആരാ? F1-നെ കോൾ ചെയ്ത് F2 ആണ്. അപ്പോൾ ആരാണോ കോൾ ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ് കൺട്രോൾ തിരികെ പോകുന്നത്. F2-ലേക്ക് തിരിച്ചു വന്നു. പക്ഷേ F2-ൽ എത്തിയപ്പോഴോ അത് ആ ഫംഗ്ഷൻ്റെ അവസാനമായിരുന്നു. F2 എന്ന ഫംഗ്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്ത്. അതുകൊണ്ട് F2-നെ ആരാണോ വിളിച്ചത് അങ്ങോട്ടേക്ക് കൺട്രോൾ പോകും. ഇതാ നോക്കിക്കോളൂ, ആരാ വിളിച്ചത്? മെയിൻ അല്ലേ. അപ്പോൾ മെയിൻ എന്ന ഫംഗ്ഷനിലേക്ക് കൺട്രോൾ തിരിച്ചു വന്നു. അവിടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലെത്തി കീപ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, ആ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്തു. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ആ രണ്ട് എറേഴ്സ്, നമ്മൾ എറർ കാണിച്ച രണ്ട് സ്റ്റേറ്റ്മെൻറ്റിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തായിരുന്നു എറർ, എന്തായിരുന്നു പ്രശ്നം, അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഇത് ഞാൻ അതിൻ്റെ ഔട്ട്പുട്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഒന്നുകൂടി കാണിക്കുകയാണ്. കണ്ടല്ലോ, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഔട്ട്പുട്ട് തന്നെയാണ് ആക്ച്വലി കിട്ടുന്നതും, അത് നിങ്ങൾ കാണാം. നൗ പ്രശ്നങ്ങളിലേക്ക് വരാം. സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്, ഇവിടെയാണ് ഇതിൻ്റെ പ്രസക്തി. ഇവിടെ മറ്റ് ഫങ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പാണ്, എസ്പെഷ്യലി മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പാണ് ഫൺ എന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ വന്നിരിക്കുന്നതും ജി എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഫൺ എന്ന ഫംഗ്ഷനെയും ജി എന്ന വേരിയബിളിനെയും ഈ പ്രോഗ്രാമിലെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് മെയിൻ ഫംഗ്ഷൻ ആയിക്കോട്ടെ, അതിന് പിന്നാലെ വരുന്ന F1, F2 ഇങ്ങനെയുള്ള ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഇവരെ ഉപയോഗിക്കാം. ഒരു പ്രോഗ്രാമിൽ എത്രമാത്രം ഫങ്ഷൻസ് ഉണ്ടോ അവർക്കെല്ലാം ഈ ഗ്ലോബൽ വേരിയബിൾസിനെയും ഗ്ലോബൽ ഫങ്ഷൻസിനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫൺ എന്ന ഫംഗ്ഷനും ജി എന്ന വേരിയബിളിനും ഗ്ലോബൽ സ്കോപ്പാണുള്ളത്. അതിൻ്റെ മീനിങ് എന്തുവാ? ദേ ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഓൾ അതർ ഫങ്ഷൻസ്. അതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെയിനകത്ത് ജിയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞല്ലോ, ഡിസ്പ്ലേ വന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. F1 എന്ന ഫംഗ്ഷനാണ് ഫണ്ണിനെ കോൾ ചെയ്തത്, അതും കുഴപ്പമില്ലായിരുന്നു. ആർക്ക് വേണമെങ്കിലും ഫണ്ണിനെയും കോൾ ചെയ്യാം, ജിയെയും ഉപയോഗിക്കാം. ഇനി അടുത്ത കേസ് നോക്കാം നമുക്ക്. വേരിയബിൾസ് A and N ആൻഡ് ദ ഫങ്ഷൻസ് F1 and F2 ദേ ഹാവ് ഓൺലി ലോക്കൽ സ്കോപ്പ്. എന്ന് വെച്ചാൽ ഏതോ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്, ഫംഗ്ഷൻ്റെ ബോഡിക്കുള്ളിലാണ് അവയെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, എ എന്ന വേരിയബിളിൻ്റെ സ്ഥാനം എവിടെയാണ്? ഫൺ എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് എ എന്ന വേരിയബിളിനെ അയാൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ അവകാശമുള്ളൂ. എ ഈസ് എ ലോക്കൽ വേരിയബിൾ ടു ദ ഫംഗ്ഷൻ ഫൺ. ഫൺ എന്ന ഫംഗ്ഷൻ്റെ ലോക്കൽ വേരിയബിളാണ് എ. അപ്പോൾ അതുകൊണ്ട് തന്നെ എ എന്ന വേരിയബിളിനെ അയാൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ, അവകാശമുള്ളൂ. വീണ്ടും F1, F2 ഈ രണ്ട് ഫങ്ഷൻസും ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മെയിനിൻ്റെ ബോഡിക്കുള്ളിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മെയിൻ എന്ന ഫംഗ്ഷൻ്റെ തൊട്ട് മുകളിൽ എഴുതാനാണ് പറഞ്ഞത്. പ്രോഡ് എന്ന ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ പ്രോട്ടോടൈപ്പ് മെയിനിന് തൊട്ട് മുകളിൽ എഴുതാൻ പറഞ്ഞു. വേറൊന്നിനും വേണ്ടിയില്ല, ഗ്ലോബൽ സ്കോപ്പ് കിട്ടാൻ വേണ്ടി. ഇങ്ങനെ ഉള്ളിൽ വേണമെങ്കിലും എഴുതാം. ഇതേ കണ്ടില്ലേ, F1-നെയും F2-നെയും മെയിനിൻ്റെ ഉള്ളിലാണ്, മെയിൻ എന്ന ഫംഗ്ഷൻ്റെ ബോഡിക്കുള്ളിലാണ്. അതായത് ദേ ആർ ലോക്കൽ ഫങ്ഷൻസ്. ദോസ് ഫങ്ഷൻസ് ക്യാൻ ബി കോൾഡ് ഓൺലി ബൈ മെയിൻ. മെയിനിന് മാത്രമേ ആ രണ്ട് ഫംഗ്ഷനെയും കോൾ ചെയ്യാനുള്ള അവകാശമുള്ളൂ, അനുവാദമുള്ളൂ. ക്ലിയർ? അതാണ് ലോക്കൽ ഫങ്ഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേരിയബിൾ ആണെങ്കിലും അങ്ങനെ തന്നെ. ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ബോഡിക്കുള്ളിലായിരിക്കും ലോക്കൽ വേരിയബിൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷൻ്റെ ബോഡിക്കുള്ളിലെ വേരിയബിളിനെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ആ വേരിയബിളിനെ ആ ഫംഗ്ഷന് മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ, അവകാശമുള്ളൂ. ഓക്കെ. അപ്പോൾ ആർഗ്യുമെൻസോ, ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് അത് ബോഡിക്കുള്ളിലും അല്ല ബോഡിക്ക് പുറത്തും അല്ലാത്തൊരവസ്ഥയല്ലേ. ബട്ട് ആ ഫംഗ്ഷൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ദേ ആർ ഓൾസോ ലോക്കൽ വേരിയബിൾസ്. ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സിനും ലോക്കൽ സ്കോപ്പാണുള്ളത്. റൈറ്റ്? അപ്പോൾ ഇവിടെ ലോക്കൽ സ്കോപ്പിലുള്ള വേരിയബിൾസിനെയും ഫംഗ്ഷൻസിനെയും കണ്ടു, ഗ്ലോബൽ സ്കോപ്പിലുള്ള വേരിയബിൾസിനെയും ഫംഗ്ഷനെയും കണ്ടു. അപ്പോൾ ചോദിക്കാം, F2 എന്ന ഫംഗ്ഷൻ F1-നെ കോൾ ചെയ്തല്ലോ. F1 എന്ന ഫംഗ്ഷൻ ആക്ച്വലി ലോക്കൽ ഫംഗ്ഷൻ അല്ലേ? ആരുടെ? മെയിൻ എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിലാണല്ലോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനിന് മാത്രമല്ലേ ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന ചോദ്യം വന്നേക്കാം. പക്ഷേ ദേ ഇവിടെ ആക്സസിബിൾ ആയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? F2 എന്ന ഫംഗ്ഷന് തൊട്ട് മുമ്പാണ് F1 എന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നുള്ളത് എന്നതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി കോൾഡ്, നോ പ്രോബ്ലം. മെയിനിൻ്റെ ലോക്കലായിട്ട് പോലും അയാളെ കോൾ ചെയ്യാൻ സാധിച്ചു. ക്ലിയർ ആണോ? ലോക്കൽ ആൻഡ് ഗ്ലോബൽ സ്കോപ്പ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇതൊന്ന് നോക്കിക്കോളൂ. ലോക്കൽ വേരിയബിൾസും ഫങ്ഷൻസും എന്തായിരിക്കും? ദേ ആർ ഡിക്ലെയർഡ് വിത്തിൻ എ ഫങ്ഷൻ. ദേ ആർ ഡിക്ലെയർഡ് വിത്തിൻ എ ബ്ലോക്ക് ഓഫ് എ ഫംഗ്ഷൻ കോഡ്. അങ്ങനെയാവാം. ഫംഗ്ഷനകത്ത് ഒരു പെയർ ഓഫ് ബ്രേസസിനകത്തുള്ള ഒരു പെയർ ഓഫ് ബ്രേസസിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനാണല്ലോ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഡിക്ലെയർ ചെയ്താൽ ആ ബ്ലോക്കിനുള്ളിൽ മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ.
എനിവേ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം അവൈലബിൾ ആകുന്നു. അതാണ് ലോക്കൽ വേരിയബിൾസും ലോക്കൽ ഫംഗ്ഷൻസും. ഇനി ആക്സസിബിൾ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക്, അങ്ങനെയുള്ള വേരിയബിൾസിനെയും ഫംഗ്ഷനെയും, ലോക്കൽ സ്കോപ്പിലുള്ള വേരിയബിൾസിനെയും ഫംഗ്ഷനെയും അതാത് ഫംഗ്ഷനുകൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. മെയിനുള്ളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിളിനെയും ഫംഗ്ഷനെയും മെയിനിന് മാത്രമേ കോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. F1 എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിളിനെയും ഫംഗ്ഷനെയും F1 മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദാറ്റ് ഇസ് എ ജനറൽ കോൺസെപ്റ്റ്. പിന്നെന്തുവാ, വേരിയബിൾസിനെ സംബന്ധിച്ചാണെങ്കിൽ മെമ്മറി വിൽ ബി അലോക്കേറ്റഡ് വെൻ ദി ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് ഈസ് ആക്റ്റീവ് ആൻഡ് ഫ്രീഡ് വെൻ ഇറ്റ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് എക്സിക്യൂഷൻ. എന്ന് വെച്ചാൽ എന്തുവാ, നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴത്തേനും മാത്രമാണ് ആ ഫംഗ്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലോക്കൽ വേരിയബിൾസിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴാണ് ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ടുള്ളതോ ആ ഫംഗ്ഷൻ്റെ ബോഡിക്കുള്ളിലുള്ളതോ ആയ ലോക്കൽ സ്കോപ്പുള്ള വേരിയബിൾസിന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ആ ഫംഗ്ഷൻ്റെ പ്രവർത്തനം കഴിയുമ്പോൾ ആ മെമ്മറി ഫ്രീ ആക്കുകയും ചെയ്യും. റൈറ്റ്. നമുക്കിനി ഗ്ലോബൽ വേരിയബിളിൻ്റെ കാര്യത്തിൽ നോക്കാം. ഗ്ലോബൽ വേരിയബിൾസിൻ്റെയും ഫംഗ്ഷൻസിൻ്റെയും കേസിൽ എന്താ അതിൻ്റെ സ്ഥാനം എന്തുവാ? ദേ ആർ ഡിക്ലെയർഡ് ഔട്ട്സൈഡ് ഓൾ ദി ഫംഗ്ഷൻസ്. മറ്റെല്ലാ ഫംഗ്ഷനും മുമ്പ്, മറ്റേതൊരു ഫംഗ്ഷൻ്റെയും ഡെഫിനിഷൻ വരുന്നതിന് മുമ്പ് അവരുടെയൊക്കെ പ്രോട്ടോടൈപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദേ ആർ ആക്സസിബിൾ ടു ഓൾ ഫംഗ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ എത്ര ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലും അവർക്കെല്ലാം ഇങ്ങനെയുള്ളവരെ ഗ്ലോബൽ സ്കോപ്പുള്ള വേരിയബിളിനെയും ഫംഗ്ഷനെയും ആക്സസ് ചെയ്യാൻ സാധിക്കും, അവർക്ക് അവൈലബിൾ ആണ്. ഇനി വേരിയബിൾസിൻ്റെ കേസിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്, മെമ്മറി അലോക്കേഷൻ. എന്താണത്? പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുമ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യും. റൈറ്റ്. പിന്നെ ഇതിനിടയിൽ മറ്റേതെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിന് കോൾ ചെയ്യുന്നുണ്ടാവാം, അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ടാവാം, റിലീസ് ചെയ്യുന്നുണ്ടാവാം. എങ്കിലും ഈ ഗ്ലോബൽ വേരിയബിൾസിന് പ്രോഗ്രാം തുടങ്ങുമ്പോൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി പ്രോഗ്രാം തീരുമ്പോൾ മാത്രമേ ഡി അലോക്കേറ്റ് ചെയ്യുള്ളൂ, ഫ്രീ ആക്കുകയുള്ളൂ. സോ ത്രൂ ഔട്ട് ദ പ്രോഗ്രാം റൺ ദാറ്റ് മെമ്മറി വിൽ ബി റീറ്റൈൻഡ് ദെയർ ഫോർ ദ ഗ്ലോബൽ വേരിയബിൾസ്. റൈറ്റ്. അപ്പോൾ ഇതാണ് സ്കോപ്പ് ആൻഡ് ലൈഫ് ഓഫ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ് എന്ന കോൺസെപ്റ്റിൽ നമ്മൾ അറിയേണ്ടത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? എങ്കിലും ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഇതൊരു അഡീഷണൽ ഇൻഫർമേഷനായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നതാണ്. നമ്മൾ പ്രീഡിഫൈൻഡ് ഫങ്ഷൻസ് പഠിച്ചല്ലോ. അവിടെ പ്രത്യേകിച്ചും ക്യാരക്ടർ ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ, ക്യാരക്ടർ മാനിപ്പുലേറ്റിംഗ് ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന 5 ഫങ്ഷൻസ് പറഞ്ഞു. ഇസ് ആൽഫ, ഇസ് ഡിജിറ്റ്, ഇസ് അപ്പർ, ഇസ് ലോവർ, ഇസ് ആൽനം, ഇങ്ങനെ 5 ഫങ്ഷൻസ് പറഞ്ഞു. അഫ്കോഴ്സ് ആ ഫങ്ഷൻസ്, ഫോർ എക്സാമ്പിൾ ഇസ് ഡിജിറ്റ് എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ് ഒരു ഡിജിറ്റ് ക്യാരക്ടർ ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ എ പോസിറ്റീവ് വാല്യൂ, അങ്ങനെ പറഞ്ഞു അല്ലേ? ക്യാരക്ടർ ഡേറ്റയാണ് അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്. അതിൻ്റെ ടൈപ്പ് ഏതാണ് എന്നുള്ള റിസൾട്ടാണല്ലോ നമുക്ക് തരുന്നത് ത്രൂ എ പോസിറ്റീവ് വാല്യൂ ഓർ എ സീറോ. പോസിറ്റീവ് വാല്യൂ തരികയാണെങ്കിൽ നമ്മൾ പറയുന്നു അതിനൊരു പോസിറ്റീവ് നേച്ചർ അല്ലേ? ഇസ് ആൽഫ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ പറയുന്നു ആർഗ്യുമെൻറ്റ് ഈസ് ആൻ ആൽഫബറ്റ്. ഇസ് ആൽനം റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ പറയും ദ ഗിവൺ ആർഗ്യുമെൻറ്റ് ഈസ് എ ലെറ്റർ ഓർ എ ഡിജിറ്റ്, അങ്ങനെയല്ലേ പറയുക? എന്നിട്ട് അവിടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇസ് ഡിജിറ്റ് 5, അപ്പോഴേതോ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിച്ചു ഇസ് ആൽനം 5 എന്ന ഒരു ഇൻറ്റിജർ കോൺസ്റ്റൻറ്റിനെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ ആൻസർ 0 ആണ്, അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ആൻസർ 0 തന്നെയാണ്. ഈ കേസിൽ എന്താ, ഈ 5 ഫങ്ഷൻസും റിട്ടേൺ ചെയ്യുന്നത് 0 തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ആർഗ്യുമെൻറ്റ് ഇൻറ്റിജർ ആയതുകൊണ്ടല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ, ഇൻറ്റിജർ ആയതുകൊണ്ടാണ് ഈ ഫങ്ഷൻസ് 0 എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് എങ്കിൽ ഇതാ നോക്കിയോളൂ, അടുത്തൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ കൊടുക്കാൻ പോവാണ്. ഇതാ കണ്ടോളൂ. ഇസ് ഡിജിറ്റ് 48, ഇസ് ആൽനം 65, ഇസ് ആൽഫ 97, ഇസ് ലോവർ 98, ഇസ് അപ്പർ 66. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അറിയാതെ ഈ ഒരു തെറ്റിദ്ധാരണ വന്നു പോയിട്ടുണ്ടെങ്കിൽ, എങ്ങനെ ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ദീസ് ഫങ്ഷൻസ് വിൽ റിട്ടേൺ 0 എന്നാണെങ്കിൽ തെറ്റി. ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടല്ല നേരത്തെ 5-ൽ 0 വന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ് ഡിജിറ്റ് 48 പോസിറ്റീവ് വാല്യൂ തരില്ല, നമുക്ക് കിട്ടും ഇസ് ഡിജിറ്റ് 48 വിൽ ഗിവ് യു എ പോസിറ്റീവ് വാല്യൂ. ഇത് അടുത്ത് നോക്കിയോളൂ, ഏതെടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ 5 ഫങ്ഷൻ കോൾസും ദേ വിൽ റിട്ടേൺ പോസിറ്റീവ് വാല്യൂസ്. അങ്ങനെ തന്നെ ആയിരിക്കും. അതെന്താ അപ്പം അങ്ങനെ? ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും.
പോസിറ്റീവ് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റും ക്യാരക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ASCII വാല്യൂ ഓർമ്മയിൽ വന്നോ? യെസ്. ഇവിടെ ഇസ് ഡിജിറ്റ് 48 അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്, അതൊരു ക്യാരക്ടറാണല്ലോ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ് ഒരു ഡിജിറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ എ പോസിറ്റീവ് വാല്യൂ. 48 എങ്ങനെ ഡിജിറ്റ് ആവും എന്നായിരിക്കും സംശയം. 48 ഈസ് ദ ASCII വാല്യൂ ഓഫ് ദ ഡിജിറ്റ് ക്യാരക്ടർ 0. 0 എന്ന ഡിജിറ്റ് ക്യാരക്ടർ അതിൻ്റെ ASCII വാല്യൂ ആണ് 48. അപ്പോൾ ഇവിടെ 48 കൊടുക്കുമ്പോഴത്തേനും നമ്മൾ 48 എന്നാണ് കൊടുത്തത്, കമ്പൈലർ അതിനെ ക്യാരക്ടറായിട്ട് മാറ്റുന്നു. അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടർ കൊടുക്കുമ്പോഴെല്ലാം കമ്പൈലർ ആക്ച്വലി എന്താ പറയുക ASCII വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത്. ഞാനിവിടെ സിംഗിൾ കോട്ട്സിൽ 0 എന്നാണ് കൊടുത്തിരുന്നതെങ്കിൽ, ആൻസർ പോസിറ്റീവ് അല്ലേ? ഞാൻ കൊടുത്ത ആർഗ്യുമെൻറ്റ് ഡിജിറ്റാണ്, അതുകൊണ്ട് പോസിറ്റീവ് വരും അല്ലേ? അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. നമ്മൾ സിംഗിൾ കോട്ട്സിൽ 0 കൊടുക്കുമ്പോൾ കമ്പൈലർ അതിനെ എന്താ ASCIIയിലേക്ക് മാറ്റി 48 ആക്കിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെയും പോസിറ്റീവ് വാല്യൂ വന്നത്. അതുതന്നെയാണ് അടുത്ത കേസിലും സംഭവിച്ചത്. ഈ സാൽനം 65 ഈസ് ദ ASCII വാല്യൂ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എ, അപ്പർ കേസ് ലെറ്റർ എ. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ എ ആണല്ലോ ഇസാൽനമിൻ്റെ ആർഗ്യുമെൻറ്റ്, ലെറ്റർ ആണല്ലോ, നാച്ചുറലി ഇറ്റ് വിൽ റിട്ടേൺ എ പോസിറ്റീവ് വാല്യൂ. അടുത്ത് നോക്കി, ഇസ് ആൽഫ 97 കൊടുത്തു. അവിടെ ഞാൻ കൊടുത്തത് ആക്ച്വലി ഇറ്റ് ഇസ് എ സ്മോൾ കേസ് എ. സ്മോൾ കേസ് എയുടെ ASCII വാല്യൂ ആണ് 97. അപ്പോൾ അതും പോസിറ്റീവ് വാല്യൂ തന്നെ തരും. ബിക്കോസ് ദ ആർഗ്യുമെൻറ്റ് ഈസ് എ ക്യാരക്ടർ, ഇറ്റ് ഈസ് ആൻ ആൽഫബറ്റ്. അതുകൊണ്ടാണ് പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്തത്. ഇസ് ലോവർ 98, അതും പോസിറ്റീവ് ആയിരിക്കും. ബിക്കോസ് ഞാൻ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെൻറ്റ് ഒരു ലോവർ കേസ് ലെറ്റർ തന്നെയാണ്. ഏതാ? ബി. ബിയുടെ ASCII വാല്യൂ ആണ് 98. ബിയുടെ ASCII വാല്യൂ ആണ് 98. സോ നാച്ചുറലി ഇറ്റ് വിൽ റിട്ടേൺ പോസിറ്റീവ് വാല്യൂ ഓൾസോ. ലാസ്റ്റിൽ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇസ് അപ്പർ 66 എന്ന് പറഞ്ഞപ്പോഴും അവിടെയും നമ്മൾ കൊടുക്കുന്നത് 66 എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ആക്ച്വലി ഇറ്റ് റെപ്രസെൻറ്റ്സ് വിച്ച് വൺ? ദ ക്യാപിറ്റൽ ലെറ്റർ ബി. ക്യാപിറ്റൽ എയുടെ 65 തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോകുന്നു, സ്മോൾ എ 97 തുടങ്ങി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഒരു തെറ്റിദ്ധാരണയ്ക്കിടയാക്കരുത്. ഇൻറ്റിജർ കോൺസ്റ്റൻസ് ക്യാൻ ബി ഗിവൺ ആസ് ദി ആർഗ്യുമെൻറ്റ് ഫോർ ദീസ് ക്യാരക്ടർ മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻസ്. അറ്റ് ദാറ്റ് ടൈം ആ ഇൻറ്റിജേഴ്സിനെ എന്തായിട്ട് എടുക്കുള്ളൂ? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ ഡേറ്റ വെച്ചിട്ടാണ് അത് മാനിപ്പുലേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻറ്റിജർ ആർഗ്യുമെൻറ്റ് അത് പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല എങ്കിൽ, നമ്മൾ കൊടുക്കുന്ന ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് ആ ഫംഗ്ഷൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് അല്ല എങ്കിൽ 0 എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അത് പോസിറ്റീവ് തന്നെ റിട്ടേൺ ചെയ്യും. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കുറേ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് കണ്ടു, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് കണ്ടു, അതുമായി ബന്ധപ്പെട്ട കുറേയേറെ ആസ്പെക്ട്സ്. കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ച ഒരു യാത്ര, C++ ലാംഗ്വേജിനോടൊപ്പമുള്ള യാത്ര ഇവിടെ തീരുകയാണ്. ഇവിടെ പ്രോഗ്രാമിംഗ്, C++ പ്രോഗ്രാമിംഗ് എന്ന ഏരിയ നമ്മുടെ സിലബസിനെ സംബന്ധിച്ച് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ് മുതൽ പുതിയൊരു മേഖലയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്നത്തെ മേഖല ഇൻ്റർനെറ്റ് യുഗം, ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട, വെബ് ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു മേഖലയിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്സ് എല്ലാം വളരെ ക്ലിയർ ആയിരിക്കട്ടെ. ഇതെല്ലാം വീണ്ടും വേണ്ടി വരും. ഈ C++ ലാംഗ്വേജിൽ പഠിച്ച കൺസ്ട്രക്ട്സ് മിക്കവാറും എല്ലാം തന്നെ വെബ് ആപ്ലിക്കേഷനിലോട്ട് പോകുമ്പോൾ അവിടെയും നമ്മൾ പ്രോഗ്രാമിലോട്ട് വരും മറ്റൊരു ലാംഗ്വേജുമായിട്ട്. പക്ഷേ സെയിം കോൺസെപ്റ്റ്സ് വിൽ ബി യൂസ്ഡ് ദെയർ ഓൾസോ. അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു ഐഡിയ ഈ ഫങ്ഷൻസിനെ കുറിച്ചും ഈ C++ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട ആശയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.